മദീനയിൽ നിന്നൊരു കാവ്യം രചിച്ചു, ഒരു അറബിയിൽ ഒരു പാട്ടുണ്ടാക്കി. ആ പാട്ടുണ്ടാക്കിയപ്പോൾ ആദ്യമായി അത് കേൾപ്പിക്കാൻ ഉള്ള ആൾ താജുൽ ഉലമ, ഉള്ള ആൾ തങ്ങൾ പാപ്പ, അവിടുത്തെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. യോജിക്കണം, നാം ഓരോരുത്തരും ചിന്തിക്കണം. താജുൽ ഉലമയെ കാണാൻ വേണ്ടി ചെന്നപ്പോ താജുൽ ഉലമ മഗ്രിബ് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങുക. ഉടനെ തന്നെ ഞങ്ങൾ ചെന്നപ്പോ പറഞ്ഞു, ഇപ്പൊ ജമാഅത്തിന്റെ സമയം, ഇപ്പൊ പാട്ടുകാരുടെ നേരല്ല, ഇപ്പൊ പാട്ടുകാരുടെ നേരല്ല, ജമാഅത്തിന്റെ നേരാ. ശരി, അമീർ പറഞ്ഞതല്ലേ ഇപ്പൊ ജമാഅത്തിന്റെ നേരാ. അങ്ങനെ തന്നെയാണ്. തങ്ങൾ പാപ്പാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പള്ളിയിലെത്തണം, അവിടെ കുറെ ഇത്തിക്കാഫിരിക്കണം, എന്നിട്ട് ജമാഅത്തിനെ ഇന്തിലാറ് ചെയ്യണം, എന്നിട്ട് അതിന്റെ സുന്നത്ത് മുമ്പിലും ശേഷമുള്ള സുന്നത്തൊക്കെ നിസ്കരിക്കണം. അങ്ങനെയാണ് ആരെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ചിന്തിക്കുന്നത്. അപ്പൊ അവിടുന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും താജുൽ ഉലമന്റെ ഒപ്പം മദീന പള്ളിയിലേക്ക്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ആ പച്ചക്കുബ്ബയുടെ അടുത്ത്, ആ റൗളയുടെ അടുത്ത് തൊട്ട് പിറകിലായി താജുൽ ഉലമ കയറിയിരുന്നപ്പോ ഞങ്ങളും അവിടുത്തെ ഓരോ ഗുണകാംക്ഷികളായിട്ട് ഞങ്ങളും ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു, നാം പാടിക്കാടി. അപ്പൊ ഞങ്ങളിങ്ങനെ പാടിക്കൊടുത്തു. ഞാനും ഉണ്ട്, ഹസനുണ്ട്. ഞങ്ങളിങ്ങനെ പാടിക്കൊടുത്ത് പാടി പാടി തെർശീഷെന്നുണ്ട് പാടിയപ്പ ഉള്ളാൾ തങ്ങൾ പാപ്പ എന്താ പറഞ്ഞത്? പറ്റൂല, ആ പദം പറ്റൂല. കാരണം ഉസ്താദ് പറഞ്ഞത് തെർശീഷൻ ഹുദാക്ക, നബിയെ തങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഹുദ ഞങ്ങൾക്കൊന്ന് തെറിപ്പിച്ചു തരണം, തങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള ഹിദായത്ത് ഞങ്ങൾക്കൊന്ന് തെറിപ്പിക്കണം അവിടെ നിന്ന്. അപ്പൊ ഉസ്താദ് ചിന്തിച്ചത് അവിടെ എന്താണ്? റസൂലുള്ളാന്റെ ഒരു തെറിപ്പിക്കലെങ്കിലും കിട്ടിയാൽ മതി എന്നാ അവിടുന്ന് ചിന്തിച്ചത്. തങ്ങൾ പാപ്പ പറഞ്ഞു തെറിപ്പിച്ചപ്പോ അവിടുന്ന് കുത്തിച്ചൊരിച്ചു തരണം, അതിന് തെർശീഷം മാറ്റിയിട്ട് ഹത്താലെന്നാക്കണം. എന്നിട്ട് പാടിപ്പിച്ചു. അവിടെ ഉസുനൊക്കെ നോക്കട്ടെ, ഒന്ന് പാടിക്കാണി. ഞങ്ങൾ പാടി. എന്ത്? താജുൽ ഉലമ വരണോടത്ത് ആ പാട്ട് അങ്ങോട്ട് പാടിയാല്, ആ വരി അങ്ങോട്ട് കേൾപ്പിച്ചാല് എല്ലാം റാഹത്താവും. പന്ത് നമ്മളിവിടെ അന്നപ്പെടുത്ത ഇക്കുമ്പത്ത് എന്താ നമ്മൾ ചെയ്ത പടി എന്താ? ആ പാട്ട് അങ്ങോട്ട് പാടി. അതങ്ങോട്ട് കേട്ടപ്പോ മൂപ്പര് വന്നിട്ട് പറഞ്ഞും ചെയ്തല്ലോ, ഞാൻ വന്നപ്പോ തന്നെ കേട്ടത് ആ പാട്ടാണ്. എന്നിട്ട് ആ വരിന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞല്ലോ, ഹത്താലൻ ഹുദാക്ക. ഇങ്ങനെ മഹത്തുക്കളെ എല്ലാ കൽബുകളെ ആനന്ദിപ്പിക്കുന്നതും നല്ല കൽബാക്കി മാറ്റുന്നതും നല്ല സ്വഭാവമാക്കി മാറ്റുന്നതും അവർക്ക് ഇത്തരം ഹബീബായ റസൂലുള്ളാഹിനെ വിളിച്ച് തവസ്സുൽ ചെയ്യുന്ന ആ ലോകം, അവിടെയാണ് ശൈഖുന അവറുകൾ മഹാന്മാരൊക്കെ ഇരുന്നത്. കുണ്ടൂർ ഉസ്താദ് കുണ്ടൂരിലായാലും എവിടെയായാലും ഇരുന്നത് ആ ലോകത്തായിരുന്നു. ഇവിടെ ഇരിക്കും പാടുന്നത് ബദരീങ്ങളെ സംബന്ധിച്ച്. കടത്തിന്റെ വേച്ചാറ് പറഞ്ഞ പാടിക്കോട്ടി ചൊല്ലിക്കോട്ടി. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ. കുട്ടികളില്ലാത്ത പരാതി വന്ന് പറഞ്ഞാൽ ഉടനെ പോകും എവിടേക്ക്? കൂട്ടായില് കുറ്റിക്കാട്ട ഔലിയ എന്ന് പറയപ്പെടുന്ന മഹാനവറുകളുടെ ഹദ്റത്തിലേക്ക്. കാരണം അവിടെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ അവിടെ തവസ്സുൽ ചെയ്ത വലിയ കാര്യമാണ്. വടകര ഓറി എപ്പോഴും സിയാറത്ത് ചെയ്തിരുന്ന മഖാമാണ് കുറ്റിക്കാട്ടിൽ ഔലിയ എന്ന് പറയപ്പെടുന്ന മഹാന്മാരുടെ. നമുക്കിതൊക്കെ പരിചയപ്പെടുത്തിയത് ഉസ്താദാണ്. അങ്ങനെ കുറ്റിക്കാട്ട ഔലിയ ബഹുമാനപ്പെട്ടവരുടെ പേര് മാലയാണ് ഉസ്താദ്. അങ്ങനെ എന്താ മനസ്സിൽ വന്ന അതങ്ങട്ട് എഴുതലാം. അതിലുണ്ട്, സന്താനമില്ലാതെ സന്താപമുള്ളവർക്കും സന്താനമുള്ളവർക്കും സന്തോഷം നൽകല്ലാ നെച്ചിക്കാട്ടൗലിയ കൂട്ടായിലുള്ളവർ അവരെ പൊലിവുകൾ ഏറെ നിറഞ്ഞവർ. ഈ പാട്ട് നമ്മളെ മിച്ചിക്കോയ തങ്ങൾ പാപ്പാക്കൊക്കെ വലിയ രസം. ഞാൻ നെച്ചിക്കാട്ടൗലി എന്ന് പാടിക്കാതെ പറയും എപ്പോഴും. അങ്ങനെ നെച്ചിക്കാട്ടൗലിയാന്റെ ഇത് വലിയ രസം, വലിയ കറാമത്തുള്ള നമ്മളെ ഉസ്താദിന്റെ വലിയ മുഹിബും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ജീവന തുല്യം പ്രിയം വെക്കുന്ന ചെമ്മാട് ഇബ്രാഹിം കുട്ടി ഹാജി, നമ്മളെ ഈ ഉറൂസിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന ആ ജീവിതം. വലിയ രോഗം വന്നപ്പോ ഉസ്താദിന്റെ ഒരു ദിവസം ആ പാടത്തിങ്ങനെ ഇരുന്നിട്ട്, പഠിച്ചോനെ എന്റെ സ്നേഹിതന് രോഗം മാറ്റണേ, എന്റെ സ്നേഹിതന്റെ രോഗജി മാറ്റണേ, എന്റെ സ്നേഹിതന്റെ രോഗജി മാറ്റണേ എന്ന് പാതിര സമയത്ത്
രാത്രി ഉണ്ട് ഇരുട്ടത്തിരുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുന്നുണ്ട്. ദ്വയിൽ ആമീനൊക്കെ പറഞ്ഞ് വാവോട് ചോദിച്ചു, ആർക്കാ വാവ അത്ര വലിയ സോക്കട്? അപ്പൊ വാവ പറഞ്ഞു, ഇബ്രാഹിം കുട്ടിയേജിക്ക് എന്തോ ഒരു ചെറിയ സോക്കടുണ്ട്, അത് ഉപ്പാക്ക് വലിയ വിഷമമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഇബ്രാഹിം കുട്ടിയേജി ഇന്നും ജീവിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു നൽകി തരുമാറാവട്ടെ. ഇബ്രാഹിം കുട്ടിയേജി മൂപ്പര മകൾക്കോ ആർക്കോ കുട്ടികളില്ലാത്ത പരാതി മതി. ഹജ്ജിന് വന്നപ്പോ മക്കയിൽ വന്നപ്പോ പറഞ്ഞപ്പോ ഇബ്രാഹിം കുട്ടിയേജിനോട് പറഞ്ഞു കൊടുത്തെന്താ ഇത് ചൊല്ലിക്കോളികള്, എന്തേ സന്താനമില്ലാതെ സന്താനമുള്ളവർക്കും സന്തോഷം നൽകല്ല. ഉസ്താദിൽ വിശ്വസിച്ച, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ച, ഔലിയാക്കളിൽ വിശ്വസിച്ച, വിശ്വാസമർപ്പിച്ച ഇബ്രാഹിം കുട്ടിയേജി അത് ശരിക്ക് കൈ മുതലായി കയ്യിലെടുക്കുകയും മഹാനവറുകൾ അത് ചൊല്ലിയിട്ട് അതിന്റെ ഫലം അങ്ങോട്ട് കണ്ടപ്പോ പിന്നെ കുണ്ടൂരിലേക്ക് ഫോൺ ചെയ്തിട്ട് ഉസ്താദിന് സലാം പറഞ്ഞിട്ട് ആദ്യമായി പറയുന്നത് സുഖല്ല ദുഃഖല്ല ചോദിക്കുന്നത്, മറിച്ച് ഇബ്രാഹിം കുട്ടിയേജി എന്താ ഫോണിൽ കൂടി സന്താനമില്ലാതെ സന്താനമുള്ളവർക്കും സന്തോഷം നൽകല്ല. അള്ളാഹു നെച്ചിക്കാട്ടൗലിയാന്റെ ദറജ അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ. ശൈഖുന കൊണ്ടൂർ ഉസ്താദ് അവിടേക്ക് സിയാറത്തിന് പോകുമ്പോ വലിയ ബാക്കൊലൊക്കെ വാങ്ങിയിട്ടേ പോവുള്ളൂ. എന്തുകൊണ്ട് ചിക്കൗട്ടൗലിയാന്റെ ആ പരിസരത്ത് ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ടാവും. ഉസ്താദിന്റെ വണ്ടി ഉണ്ട് കണ്ടാല് നാനാ ഭാഗത്തുനിന്ന് വലിയവരും ചെറിയവരുമായ ആളുകളോട് പോതി. എന്തുകൊണ്ട് കൊണ്ടൂർ ഉസ്താദ് വെറുതെ വരൂല. ഞങ്ങൾക്ക് എന്തെങ്കിലും മധുരിക്കാൻ കിട്ടും, ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിയ പാവപ്പെട്ട കടപ്പുറക്കാർ അവിടെ തടിച്ചുകൂടി ഉസ്താദിന്റെ ആ ചെറിയ ആ ഒരു പഴം, ഒന്നോ രണ്ടോ പഴം വാങ്ങാൻ വേണ്ടി വരികയാണ്. അങ്ങനെ എന്താ കയ്യിൽ കിട്ടിയത് അതേറ്റാണ് ഉസ്താദ് വരുന്നത്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, പഴം കൊടുക്കുക, ചായ കൊടുക്കുക. എനിക്കൊന്നും ഓർമ്മയുണ്ട്, സുലൈമാൻ ഉസ്താദിന് ഞാൻ ആ രോഗമുള്ള സന്ദർഭത്തിൽ രോഗത്തിൽ പെരിയിൽ ഇങ്ങനെ മൂർച്ഛിച്ചിരിക്കുമ്പോ ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാനൊരു 3 മണി സമയത്ത് പെരിയിലെത്തിയപ്പോ തീരെ പുറത്തിറങ്ങാൻ വയ്യ. അപ്പൊ എന്താ ഇരിക്കണ, അന്ന് ഒരു ഈ രാഗിന്റെ ഈ അട ഉണ്ടാക്കണ ഒരു പതിവുണ്ട് പെരിയിൽ. എപ്പോഴും രാഗിപ്പത്തിരി ഉണ്ടാക്കിച്ച പൂവട ഉണ്ടാക്കിച്ച രാഗി കൊണ്ട്, ഈ രാഗി കൊണ്ട് അട ഉണ്ടാക്കിച്ചിട്ട് ഇങ്ങനെ വരുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഒരു പതിവ് അന്ന് ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ബുഖാരി സബുക്ക് കൊടുക്കാനായിക്കണ്, ഉസ്താദ് വന്നിട്ടുണ്ടാവും, ഞാൻ അങ്ങോട്ട് പോട്ടെ ടീ ഖാനിക്ക് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഒരു അട എടുത്തിട്ട് പറഞ്ഞു കടലാസ് പോയി ഇത് സുലൈമാൻ ഉസ്താദിന് കൊടുത്താളി. എനിക്കിങ്ങനെ ഏൽപ്പിച്ചത് ഉസ്താദാണെങ്കിലും സുലൈമാൻ ഉസ്താദിന്റെ മുമ്പ് കൊണ്ടേക്കാണ് ഇപ്പൊ ഇത് കൊടുക്കണ്ടേ, ഒരട ഉസ്താദ് തന്നതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടേ. പിന്നെ ഞാൻ മനസ്സിലാക്കി സുലൈമാൻ ഉസ്താദ് ഇപ്പൊ അതൊക്കെ അറിയില്ലേ, നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾ തന്നെയാണല്ലോ. സാരല്ല, ഈ ഉസ്താദ് ഒന്ന് തച്ചാലും വേണ്ടിയില്ല, രക്ഷപ്പെട്ടാലും വേണ്ടിയില്ല, കൊടുക്കന്നെ. അങ്ങനെ ഹത്തായ അട ആരോടും കള്ളി പറഞ്ഞില്ല, ശരിക്ക് കയ്യിൽ സൂക്ഷിച്ച് വെച്ച് ഇവിടുന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞുണ്ട്, അത് ഉസ്താദ് തന്നതാണ് കോള്, എന്താ സാധനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഉസ്താദ് 2 കൈയും കാട്ടിയിട്ട് വാങ്ങിയിട്ട് ആ അട അവിടുന്ന് തന്നെ എന്ത് ചെയ്യാണ്, അവിടെ കൊണ്ടുപോയിട്ട് ഉസ്താദ് ഒരു കഷ്ണം തിന്നുകയും കൂടെയുള്ളവർക്കൊക്കെ നുള്ളി കൊടുക്കുകയുമാണ് ചെയ്തത്. ആ അടക്ക് ഉസ്താദ് കൽപ്പിച്ച ബഹുമാനം, കുണ്ടൂർ ഉസ്താദ് കൊടുത്തയച്ച ആ ഒരു രാഗിപ്പത്രിക്ക് സുലൈമാൻ ഉസ്താദ് കാണിച്ച ആ മഹത്തായ ബഹുമാനം ആലോചിക്കണം. മഹാന്മാരാര്, മഹത്തുക്കൾ ആര്. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത തിങ്കളാഴ്ച മർക്കസ് സഖാഫത്ത് സുന്നിയലി ലോകത്തിന്റെ നേതാവ്, നമ്മുടെ കണ്ണിലുണ്ണി കരളിന്റെ കഷ്ണം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാകുന്ന മഹത്തായ ഷൈറെ മുബാറക്ക് അവിടെ വെച്ച് കാണിക്കുകയാണ്. അതെല്ലാരും പോയി കാണണം. അല്ലാഹു റസൂലുള്ളാഹിന്റെ മുടി കാണാനുള്ള നമുക്ക് ഭാഗ്യം തരട്ടെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് അവിടുത്തെ മുഖം കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ കൈ പിടിച്ച് ചുംബിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.